പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. പ്രിയ സഹോദരങ്ങളെ, ഇന്നത്തെ അല്പസമയത്തെ ധ്യാനത്തിനായി നാം തിരഞ്ഞെടുത്തിരിക്കുന്ന തിരുവചനം യോനാ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 4-ാം വാക്യമാണ്. നിന്റെ ദൃഷ്ടിയിൽ നിന്ന് എനിക്ക് നീക്കം വന്നിരിക്കുന്നു, എങ്കിലും ഞാൻ നിന്റെ വിശുദ്ധ മന്ദിരത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കും എന്ന് ഞാൻ പറഞ്ഞു. ആമേൻ, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഈ വാക്യം ഉച്ചരിക്കുന്നത് ഒരു രാജാവല്ല, ഒരു വിജയിയുമല്ല. സമുദ്രത്തിൻ്റെ ആഴങ്ങളിൽ ഒരു മഹാമത്സ്യത്തിൻ്റെ ഉദരത്തിൽ ഇരുളിൻ്റെയും ഏകാന്തതയുടെയും നടുവിൽ കിടക്കുന്ന യോനാ പ്രവാചകനാണ് ഈ പ്രാർത്ഥന നടത്തുന്നത്. യോനയുടെ ജീവിതം നമ്മിൽ പലരുടെയും ജീവിതത്തിൻ്റെ പ്രതിഫലനമാണ്. ദൈവം വിളിച്ച വഴിയിൽ നടക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം ഓടിപ്പോകുവാൻ ശ്രമിച്ച ഒരു മനുഷ്യൻ, എന്നാൽ ദൈവത്തിൽ നിന്ന് അകന്നോടുവാൻ ശ്രമിച്ചപ്പോൾ അവൻ കൂടുതൽ വലിയ പ്രതിസന്ധികളിലേക്ക് വീഴുകയായിരുന്നു. ഇന്ന് ഈ ധ്യാന സന്ദേശം കേൾക്കുന്ന ചിലർക്ക് ഒരുപക്ഷെ തോന്നുന്നുണ്ടാവാം, ദൈവം എന്നെ മറന്നുവോ, എൻ്റെ പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കുന്നില്ല, ഞാൻ എത്രയോ നാളായി കാത്തിരിക്കുന്നു എന്ന്, എൻ്റെ ജീവിതത്തിൽ എല്ലാം ഇരുണ്ടുപോയി എന്ന്. അങ്ങനെയുള്ള ഹൃദയങ്ങൾക്കുള്ള ദൈവിക സന്ദേശമാണ് ഇന്നത്തെ നമ്മുടെ ഈ ധ്യാനത്തിലെ ഈ തിരുവചന ഭാഗം. യോന പറയുന്നത് ശ്രദ്ധിക്കൂ. നിന്റെ ദൃഷ്ടിയിൽ നിന്ന് എനിക്ക് നീക്കം വന്നിരിക്കുന്നു. ഇത് നിരാശയുടെ ഭാഷയാണ്, മനുഷ്യൻ്റെ പരിമിതിയുടെ ഭാഷയാണ്. ദൈവം തന്നെ ഉപേക്ഷിച്ചുവെന്ന് തോന്നുന്ന നിമിഷങ്ങളുടെ ഭാഷയാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് പലപ്പോഴും ഇത്തരത്തിലുള്ള നിലവിളികൾ കാണുവാൻ സാധിക്കും. സങ്കീർത്തനക്കാരൻ ചോദിക്കുന്നു, കർത്താവേ, എന്തുകൊണ്ടാണ് അങ്ങ് അകലെ നിൽക്കുന്നത്? ക്രൂശിൽ കിടന്നുകൊണ്ട് യേശുതമ്പുരാനും നിലവിളിച്ചു, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? അതായത് ദൈവത്തെ അന്വേഷിക്കുന്ന ആത്മാക്കൾക്ക് ചിലപ്പോൾ ദൈവത്തിൻ്റെ മൗനം അനുഭവപ്പെടാം. എന്നാൽ യോനയുടെ വാക്യം ഇവിടെ അവസാനിക്കുന്നില്ല. അവൻ പറയുന്നു, എങ്കിലും. ഈ എങ്കിലും എന്ന വാക്കാണ് വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ പ്രഖ്യാപനമായി നമുക്ക് ഈ തിരുവചന ഭാഗത്തിൽ കാണുവാൻ സാധിക്കുന്നത്. സാഹചര്യങ്ങൾ പ്രതികൂലമായാലും, കണ്ണുനീർ ഒഴുകിയാലും, വാതിലുകൾ അടഞ്ഞാലും, മനുഷ്യൻ ഉപേക്ഷിച്ചാലും, എങ്കിലും ഞാൻ ദൈവത്തിങ്കലേക്ക് നോക്കും. ഇതാണ് യഥാർത്ഥ വിശ്വാസം. ദൈവം എല്ലാം ശരിയാക്കുമ്പോൾ അവനിൽ വിശ്വസിക്കുന്നത് എളുപ്പമാണ്. എന്നാൽ ഒന്നും ശരിയാകാത്ത സമയത്തും അവനിൽ ആശ്രയിക്കുന്നത് തന്നെയാണ് വിശ്വാസത്തിൻ്റെ യഥാർത്ഥ മഹത്വം. പ്രിയ സഹോദരങ്ങളെ, യോന വിശുദ്ധ മന്ദിരത്തിലേക്കാണ് നോക്കിയത്. എന്തുകൊണ്ട്? കാരണം യെരൂശലേം ദേവാലയം ദൈവ സാന്നിധ്യത്തിൻ്റെ വലിയ ഒരു അടയാളമായിരുന്നു. ഇന്നും നമുക്കും വിശുദ്ധ മന്ദിരമുണ്ട്. നമ്മുടെ ദേവാലയങ്ങൾ, നമ്മുടെ ബലിപീഠം, നമ്മുടെ വിശുദ്ധ കുർബാന, നമ്മുടെ വിശുദ്ധ കൂദാശകൾ, നമ്മുടെ ക്രൂശിതനായ കർത്താവ്. നാം നഷ്ടപ്പെടുത്തുവാൻ പാടില്ലാത്ത ഒരു കാര്യമുണ്ട്, ദൈവ സാന്നിധ്യത്തിലേക്കുള്ള ദൃഷ്ടി. ശത്രു ആദ്യം ആക്രമിക്കുന്നത് നമ്മുടെ പ്രതീക്ഷയെയാണ്. പ്രതീക്ഷിച്ചിട്ട് എന്ത് പ്രയോജനം എന്നുള്ള നമ്മുടെ ഒരു ചോദ്യത്തെയാണ്. ദേവാലയത്തിൽ പോയിട്ട് എന്തു കിട്ടി? ഇനി വിശ്വാസം കൊണ്ട് കാര്യമില്ല. ഇങ്ങനെ പറയുന്ന ശബ്ദങ്ങൾ ഒരുപക്ഷെ നമുക്ക് ചുറ്റുമുണ്ടാകും. എന്നാൽ യോന പഠിപ്പിക്കുന്നത് ഇതാണ്, എല്ലാം നഷ്ടപ്പെട്ടാലും ദൈവത്തിങ്കിലേക്കുള്ള നോട്ടം നഷ്ടപ്പെടുത്തരുത്. കാരണം ദൈവത്തിലേക്ക് നോക്കുന്ന കണ്ണുകൾ ഒരിക്കലും നിരാശരാകുകയില്ല. പ്രിയമുള്ളവരെ, മഹാമത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്ന് യോന രക്ഷിക്കപ്പെട്ടത്
ആദ്യം അവൻ്റെ സാഹചര്യങ്ങൾ മാറിയത് കൊണ്ടല്ല, അവൻ്റെ ദൃഷ്ടി മാറിയത് കൊണ്ടാണ്. അവൻ സമുദ്രത്തിലേക്കല്ല നോക്കിയത്, അവൻ ഇരുളിലേക്കുമല്ല നോക്കിയത്, പ്രശ്നങ്ങളിലേക്കുമല്ല നോക്കിയത്. അവൻ നോക്കിയത് ദൈവത്തിങ്കലേക്കാണ് നോക്കിയത്. നമ്മുടെ ജീവിതത്തിലും ഇതുതന്നെയാണ് ആവശ്യമായിരിക്കുന്നത്. നാം പലപ്പോഴും പ്രശ്നങ്ങളെ വലുതാക്കുകയും ദൈവത്തെ ചെറുതാക്കുകയും ചെയ്യും. പക്ഷേ വിശ്വാസം ചെയ്യുന്നത് ഇതിൻ്റെ വിപരീതമാണ്. വിശ്വാസം ദൈവത്തെ വലുതാക്കുന്നു, പ്രശ്നങ്ങളെ അവൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു. ഇന്ന് ഈ സമയം ഈ വചനം കേൾക്കുന്ന ഒരാളോട് ദൈവം ഒരുപക്ഷെ പറയുന്നത്, മകനെ, മകളെ, എന്നിലേക്ക് നോക്കുക. നീ കടബാധ്യതകളുടെ നടുവിലായിരിക്കാം, നീ ഒരു രോഗത്തിൻ്റെ വേദനയിലായിരിക്കാം, നീ ചില കുടുംബ പ്രശ്നങ്ങളാൽ തകർന്നിരിക്കാം, ജോലിയില്ലായ്മയുടെ വിഷമത്തിലായിരിക്കാം, ആത്മീയ വരൾച്ചയിലായിരിക്കാം. എന്നാൽ കർത്താവ് പറയുന്നു, എന്നിലേക്ക് നോക്കുക. കാരണം നിന്റെ രക്ഷ നിന്റെ പ്രശ്നങ്ങളിലല്ല, നിന്റെ രക്ഷ ദൈവത്തിലാണ്. സഹോദരങ്ങളെ, പ്രിയ സഹോദരങ്ങളെ, നമുക്കൊരു തീരുമാനമെടുക്കാം. എൻ്റെ കണ്ണുകൾ പ്രശ്നങ്ങളേക്കാൾ ദൈവത്തെ അന്വേഷിക്കും. എൻ്റെ ഹൃദയം നിരാശയേക്കാൾ പ്രത്യാശയെ തിരഞ്ഞെടുക്കും. എൻ്റെ ജീവിതം ഭയത്തേക്കാൾ വിശ്വാസത്തെ സ്വീകരിക്കും. യോനാ മത്സ്യത്തിൻ്റെ ഉദരത്തിൽ നിന്ന് പുറത്തു വന്നതുപോലെ ദൈവം നമ്മയും നമ്മുടെ പ്രതിസന്ധികളിൽ നിന്ന് പുറത്തേക്ക് നയിക്കും. അവൻ്റെ സമയം വരും, അവൻ്റെ കരുണ പ്രവർത്തിക്കും, അവൻ്റെ പദ്ധതി വെളിപ്പെടും. അതിനാൽ നമുക്കും യോനയോടൊപ്പം പറയാം, നിന്റെ ദൃഷ്ടിയിൽ നിന്ന് എനിക്ക് നീക്കം വന്നിരിക്കുന്നു, എങ്കിലും ഞാൻ നിന്റെ വിശുദ്ധ മന്ദിരത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കും. പ്രിയ ദൈവമക്കളെ, ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുടെ പിതാവായ ദൈവമേ, നിരാശയുടെ നിമിഷങ്ങളിൽ ഞങ്ങളെ അവിടുന്ന് ശക്തിപ്പെടുത്തണമേ. ഇരുളിൻ്റെ സമയങ്ങളിൽ നിന്റെ പ്രകാശം ഞങ്ങൾക്ക് നൽകണമേ. പ്രതിസന്ധികളുടെ നടുവിൽ നിന്നിലേക്ക് നോക്കുവാനുള്ള ഒരു കൃപ ഞങ്ങൾക്ക് നൽകണമേ. പ്രത്യാശ നഷ്ടപ്പെട്ടവർക്ക് പ്രത്യാശ നൽകണമേ. രോഗികൾക്ക് സൗഖ്യം നൽകണമേ. ഭാരപ്പെട്ട ഹൃദയങ്ങൾക്ക് ആശ്വാസം നൽകണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ ജോലികളെയും ഞങ്ങളുടെ ശുശ്രൂഷകളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. യോനയെ രക്ഷിച്ചതുപോലെ ഞങ്ങളെയും അവിടുന്ന് രക്ഷിക്കണമേ. എല്ലാ മഹത്വവും മാനവും സ്തുതിയും സ്തോത്രവും ആരാധനയും ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ആമേൻ.